ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡും മുട്ടയും വെച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളുമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും അതോടൊപ്പം ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുകയും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടും ഞാൻ 3 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു കോർക്ക് വെച്ച് നമുക്ക് പൊടിച്ചെടുക്കാം. ഇതുപോലെ പൊടിച്ചെടുത്ത് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് മസാല തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഒരു പാൻ ഉപയോഗിച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം. സവാള നല്ലതുപോലെ വാടി വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ഒരു പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അതോടൊപ്പം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് വെള്ളം വറ്റി വരുന്നത് വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് റെഡിയാക്കി വെച്ച കോഴിമുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളം, ബ്രെഡ് സൈഡ് ഭാഗം കട്ട് ചെയ്ത്, കുറച്ച് ബ്രെഡ് പൊടിച്ചത് എന്നിവയാണ്. ബ്രെഡ് ഒന്ന് നനച്ചതിന് ശേഷം അതിലേക്ക് മസാല വെച്ച് നല്ലതുപോലെ ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ബ്രെഡ് പൊടിച്ചതിലിട്ട് എടുക്കാം. എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയതിന് ശേഷം ഓരോന്നും അതിലിട്ട് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി. ഒരു ഭാഗം ചെറുതായി കളറ് മാറി വരുമ്പോഴേക്കും മറുഭാഗം തിരിച്ചിട്ട് കൊടുത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം. അധികം കരിഞ്ഞു പോവാതെ പെട്ടെന്ന് തന്നെ എടുത്ത് വെക്കാം. അങ്ങനെ എല്ലാം ഞാൻ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.